കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. ഈ വേദി സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി അതിൻ്റെ പൂർണ്ണതയിലെത്താൻ അഹോരാത്രം പ്രയത്നിക്കുന്ന അക്കാഡമി കോർഡിനേറ്റർ ശ്രീ എഹിയ സാറിനെ ഞാൻ ബഹുമാനപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ മല്ലാലെ സ്കൂളിൻ്റെ പ്രയാണത്തിൽ നിറസാന്നിധ്യമായ സ്കൂൾ കോർഡിനേറ്റർ ശ്രീ ഇലവുപാലം ഷംസീർ അവരുടെ ഈ പ്രോഗ്രാമിലേക്ക് ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ചേക്കേറിയ ശ്രീ നജീബ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ആർട്സ് കപ്പിൾ സീനിയേഴ്സിൻ്റെ പ്രൗഢോജ്വലമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന സ്നേഹാദരണീയരും മാർഗദർശിയുമായ പ്രിയപ്പെട്ട അൽ ഉസ്താദ് ഇലവുപാലം ഷംസുദ്ദീൻ മന്നാരി അവറുകൾ സ്വന്തം ജീവിതം കൊണ്ട് അനശ്വരമാക്കിയ പ്രിയപ്പെട്ട നജീബ് സാഹിബ്, ഈ പരിപാടിയുടെ കൺവീനർ സിന്ധു ടീച്ചർ, പ്രിയപ്പെട്ട വൈസ് പ്രിൻസിപ്പൽ സന്ധ്യകുമാരി ടീച്ചർ, പ്രിയമുള്ളവരെ, അതിരറ്റ സന്തോഷവും ഹൃദയത്തുടിപ്പുകൾക്ക് മാർദ്ദവം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സായാഹ്നത്തിലാണ് നാം ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി അത് ചിത്രമായി, നോവലായി, പുകൾപ്പെട്ട വാഴ്ത്തുകളും കഥകളുമായി സമൂഹത്തിൽ നിറഞ്ഞു. നമ്മുടെ ഇരിക്കുന്ന നജീബക്കായുടെ ജീവിതം അദ്ദേഹം തന്നെ നമ്മോട് വളരെ ചെറിയ തോതിൽ വിശദീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നീട് വളരെ മനോഹരമായ ഈരടികളും താളവും ലയവുമൊക്കെ കൊണ്ട് കേരളക്കരയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി മീര, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിന്ധു ടീച്ചർ, അതുപോലെ വൈസ് പ്രിൻസിപ്പൽ സന്ധ്യ ടീച്ചർ അടക്കം ഉള്ള വളരെ പ്രധാനപ്പെട്ട നിരവധി വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ അധ്യാപകരുണ്ട്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്. സുദീർഘമായൊരു പ്രഭാഷണത്തിന് യാതൊരുവിധ സാങ്കത്യവും ഇല്ലാത്ത നമ്മുടെ സ്കൂളിൻ്റെ വാർഷികത്തിൽ വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ നമ്മളെ അഭിമുഖീകരിക്കാനും അഭിസംബോധന ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുദീർഘമായ ഒരു പ്രഭാഷണം അരോചകമാണ്, അനൗചിത്യമാണ് എന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് അത്തരത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 2024 അവസാനിച്ചപ്പോൾ 2024 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പദം ഏതാണ് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ അന്വേഷിച്ചു. കേരളത്തിൽ 2024 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പദം ഏതാണ് എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് തന്ത വൈബ് എന്ന് പറയുന്ന വാക്കാണ്. മക്കളെ, എന്താണ് ഈ തന്ത വൈബ് എന്ന് പറഞ്ഞാൽ? എന്താണ് തന്ത വൈബ് എന്ന് പറഞ്ഞാൽ? എന്താണ്? കേട്ടില്ല. എന്തായാലും അദ്ദേഹം എന്തോ പറഞ്ഞു. എന്തായാലും ഞാൻ പറയാം. തന്ത വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കിന്റെ മുന്നിൽ ഇതുപോലെ എഴുന്നേറ്റ് നിൽക്കുക, നിങ്ങളെ കൂടെ ഉപദേശിക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ പിടിച്ച് ഉപദേശിക്കുക തുടങ്ങിയ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് തന്ത വൈബാണ്. അതൊന്നും നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമല്ല. നിങ്ങളെല്ലാവരെയും കേൾക്കാൻ കാത്തിരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളാണ്.
അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവാണ്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും നല്ല രാജകീയ സുഖത്തിലാണ് സ്കൂളിലും കോളേജിലും എല്ലാവർക്കും പഠിക്കാൻ പോകുന്നത്. അന്ന് ഞങ്ങളൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിലാണ് ഞങ്ങളന്ന് ജീവിച്ചു പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല സുഖമായ ജീവിതവും അവരുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് എങ്ങനെയും നല്ല രീതിയിൽ പഠിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പുറത്തെ കുട്ടി മാർക്ക് മേടിക്കുന്നതിനെ കൂടുതൽ ഇപ്പുറത്തെ കുട്ടി മാർക്ക് വാങ്ങിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളെ എല്ലാ മാതാപിതാക്കളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ പോവുകയാണ്. 1993 ഞാൻ ആദ്യമായിട്ട് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. അന്ന് ഞാൻ പോകുമ്പോൾ ഞാൻ നല്ല നല്ല പല പല ആഗ്രഹത്തോടു കൂടിയാണ് ഞാനും ഗൾഫിലേക്ക് പോകുന്നത്. കാരണം ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കാം, നല്ല വീട് വെക്കാം, അങ്ങനെയൊക്കെയുള്ള നല്ല പല പല ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞാനും ഗൾഫിലേക്ക് പോകുന്നത്. നമസ്കാരം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ നിജീബിക്ക് എത്തിക്കൊണ്ട് ഈ പാട്ട് പാടണമെന്ന് ഞങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു നിജീബിക്ക് ഒരു ദിവസം. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ആ ഒരു എന്താ പറയുക അവസരം ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. അപ്പം നിജീബിക്ക് എത്തിക്കൊണ്ട് തന്നെ ഞാൻ പെരിയോനെ 2 വരി പാടാം. അതിനുശേഷം ബ്രേക്കിന് ശേഷം നമുക്ക് കുറേ പാട്ടുകളൊക്കെ പാടിച്ച് അടിച്ചു കൊടുക്കും. ആർട്സ് കഫേ സീരിയൽസിന്റെ സമാപന വേളയിലാണ് നാം ഇന്നുള്ളത്. അതിൽ ഇന്നിവിടെ സംഗീതരായി ഓരോരുത്തർക്കും നന്ദി അറിയിക്കുക എന്ന
പ്രധാന കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നന്ദി അറിയിക്കുവാനുള്ളത് ബഹുമാനിയായ അധ്യക്ഷൻ അക്കാഡമിക് കോർഡിനേറ്റർ ശ്രീ എ സാറിനാണ്. നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മലയാളി പബ്ലിക് സ്കൂളിൻ്റെ ബാക്ക് ബോൺ ആണ് അദ്ദേഹം. അദ്ദേഹത്തെ മലയാളി പബ്ലിക് സ്കൂളിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനിയായ ഉദ്ഘാടകർ സ്കൂൾ കോർഡിനേറ്റർ ഇലവുപാലം ഷംസുദ്ദീൻ മലയാളി സാറാണ്. നമ്മുടെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി നമുക്ക് മാർഗനിർദ്ദേശിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെ ഞാൻ ഈ പ്രോഗ്രാമിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളു. അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തികൾ മിസ്റ്റർ നജീബ്. ബെന്യാമിന്റെ ആടുജീവിതം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലുപരി ബ്ലസ്സിയുടെ ആടുജീവിതം ഒരുപാട് നമ്മളെ ഓരോരുത്തരെയും സ്വാധീനിച്ച ഒരു പുസ്തകമാണ്. ബെന്യാമിന്റെ ആടുജീവിതം ഞാൻ മറ്റു രാത്രി കൊണ്ട് വായിച്ച ഒരു പുസ്തകമാണ്. അതിലെ യഥാർത്ഥ നായകൻ മിസ്റ്റർ നജീബ് അദ്ദേഹത്തിന് ഞാൻ മലയാളി പബ്ലിക് സ്കൂളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരൊറ്റ സോങ്ങിലൂടെ തന്നെ വൈറലായ യുവ കലാകാരി മിസ് മീര സോങ് എല്ലാവരും ആസ്വദിച്ചു, എല്ലാവരും എൻജോയ് ചെയ്തു അല്ലേ? മിസ് മീരയ്ക്ക് മലയാളി പബ്ലിക് സ്കൂളിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ വളരെയധികം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ രക്ഷിതാക്കൾ. ഏത് പ്രോഗ്രാമിൻ്റെയും